വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ഫരിസേയരും ജെറുസലേമിൽ നിന്നു വന്ന ചില നിയമജ്ഞരും യേശുവിന് ചുറ്റും കൂടി. അവൻ്റെ ശിഷ്യന്മാരിൽ ചിലർ കൈ കഴുകി ശുദ്ധി വരുത്താതെ ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു. പൂർവികരുടെ പാരമ്പര്യമനുസരിച്ച് ഫരിസേയരും യഹൂദരും കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാറില്ല. പൊതുസ്ഥലത്ത് നിന്ന് വരുമ്പോഴും ദേഹശുദ്ധി വരുത്താതെ അവർ ഭക്ഷണം കഴിക്കുകയില്ല. കോപ്പകളുടെയും കലങ്ങളുടെയും ഓട്ടുപാത്രങ്ങളുടെയും ക്ഷാളനം തുടങ്ങി മറ്റു പല പാരമ്പര്യങ്ങളും അവർ അനുഷ്ഠിച്ചു പോന്നു. ഫരിസേയരും നിയമജ്ഞരും അവനോട് ചോദിച്ചു, നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യത്തിന് വിപരീതമായി അശുദ്ധമായ കൈകൊണ്ട് ഭക്ഷിക്കുന്നത് എന്ത്? അവൻ പറഞ്ഞു, കപടനാട്യക്കാരായ നിങ്ങളെക്കുറിച്ച് ഏശയ്യാ ശരിയായി തന്നെ പ്രവചിച്ചു. അവൻ എഴുതിയിരിക്കുന്നു, ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ്. വ്യർത്ഥമായി അവർ എന്നെ ആരാധിക്കുന്നു. മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു. അവൻ തുടർന്നു, നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവം ദൈവകൽപ്പന അവഗണിക്കുന്നു. എന്തെന്നാൽ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, പിതാവിനെയോ മാതാവിനെയോ ദുഷിച്ചു പറയുന്നവൻ മരിക്കട്ടെ എന്നു മോശ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരുവൻ തൻ്റെ പിതാവിനോടോ മാതാവിനോടോ നിങ്ങൾക്ക് എന്നിൽ നിന്ന് ലഭിക്കേണ്ടത് കോർബാൻ, അതായത് വഴിപാട് ആണ് എന്ന് പറഞ്ഞാൽ മതി എന്ന് നിങ്ങൾ പറയുന്നു. പിന്നെ പിതാവിനോ മാതാവിനോ വേണ്ടി യാതൊന്നും ചെയ്യാൻ നിങ്ങൾ അവന് ഒരിക്കലും അനുവദിക്കുന്നുമില്ല. അങ്ങനെ നിങ്ങൾക്ക് ലഭിച്ച പാരമ്പര്യം വഴി ദൈവവചനം നിങ്ങൾ നിരർത്ഥമാക്കുന്നു. ഇതുപോലെ പലതും നിങ്ങൾ ചെയ്യുന്നു. നമ്മുടെ കർത്താവായ ഈശോമിശിഹായ്ക്കും സ്തുതി. ക്രിസ്തുവിലുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രതിവചനം. യേശുവിൽ കുറ്റമാരോപിക്കാൻ സദാ പഴുതു നോക്കിയിരുന്ന ഫരിസേയർ പലപ്പോഴും അത് കണ്ടെത്തിയിരുന്നത് യേശുവിൻ്റെ ശിഷ്യരിലാണ്. ശിഷ്യന്മാരെക്കുറിച്ചുള്ള പരാതികളുമായി മറ്റുള്ളവർ യേശുവിനെ സമീപിച്ച അവസരങ്ങളെ ചില പ്രബോധനങ്ങളുടെ അടിസ്ഥാനമാക്കി മാറ്റാൻ യേശു ശ്രമിക്കുന്നത് സുവിശേഷത്തിൽ പലയിടത്തും നമ്മൾ കാണുന്നുണ്ട്. ദൈവകൽപ്പനകൾ അണുവിട തെറ്റാതെ പാലിക്കുന്നു എന്ന് ഭാവിക്കുകയും എന്നാൽ ആവശ്യമുള്ള അവസരങ്ങളിൽ സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി അവയെ വളച്ചൊടിക്കുകയും ചെയ്യുന്ന യഹൂദ പ്രമാണിത്വത്തിൻ്റെ പൊള്ളത്തരം തുറന്നു കാട്ടാനുമാണ് ഈശോ ഫരിസേയരുടെ പരാതിയെ ഈ അവസരത്തിൽ ഉപയോഗിച്ചത്. മാതാപിതാക്കളെയും സമൂഹത്തിലെ മറ്റു പ്രായമായവരെയും ആദരിക്കുക വഴി അവരുടെ അനുദിന ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളിൽ ഭൗതികമായും ആത്മീയമായും അവരെ സഹായിക്കണം എന്ന അർത്ഥത്തിലാണ് മോശ വഴിയും ദൈവം നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, പുറപ്പാട് 20-ാം അധ്യായം 12-ാം വാക്യം എന്ന കൽപ്പന ഇസ്രായേലിന് നൽകിയത്. എന്നാൽ ഈ കൽപ്പനയിൽ അടങ്ങിയിരുന്ന സ്നേഹം ദർശിക്കാൻ കഴിയാതെ പോയവർക്ക് യാതൊരു സാമ്പത്തിക ബാധ്യതയുമായി മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. പ്രായമായവർക്ക് വേണ്ടി അത് സ്വന്തം മാതാപിതാക്കൾ ആണെങ്കിൽ കൂടിയും പണം ചെലവഴിക്കാൻ മടിച്ച യഹൂദർ അതിനായി കണ്ടെത്തിയ പോംവഴി ദൈവകൽപ്പനയെ വളച്ചൊടിക്കുക എന്നതായിരുന്നു. തങ്ങളുടെ സ്വത്തിൻ്റെ ഒരു ഭാഗം മാതാപിതാക്കളുടെ പരിചരണത്തിനായി നീക്കിവെക്കുകയും പിന്നീട് അത് ദേവാലയത്തിന് സംഭാവനയായി നൽകുകയും ചെയ്യുക എന്ന കൗശലമാണ് ഫരിസേയർ പ്രായമായ മാതാപിതാക്കളുടെ സംരക്ഷണത്തിന് പണം ചെലവഴിക്കാതിരിക്കാൻ കണ്ടെത്തിയ എളുപ്പവഴി. പ്രധാനമായും 3 കാര്യങ്ങളാണ് ഈ പ്രവൃത്തി വഴി അവർ ചെയ്തിരുന്നത്. ആദ്യമായി, ദേവാലയത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ട വസ്തുവായതിനാൽ പിന്നീട് അതുപയോഗിച്ച് മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. രണ്ടാമതായി, വലിയൊരു സാമ്പത്തിക വാഗ്ദാനം ദേവാലയത്തിന് നൽകുന്നത് അവരുടെ പ്രശസ്തി വർദ്ധിപ്പിക്കാൻ സഹായിച്ചിരുന്നു. മൂന്നാമതായി, വാഗ്ദാനം ചെയ്യപ്പെടുന്ന വസ്തുവിലെ വരുമാനം
വാഗ്ദാനം ചെയ്യുന്ന ആളുടെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാമെന്ന പഴുത് നിയമത്തിൽ കൊണ്ടുവരിക വഴി വസ്തു ദേവാലയത്തിൻ്റെതായിരുന്നുവെങ്കിലും അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം അവർക്ക് തന്നെ ലഭിച്ചിരുന്നു. മാതാപിതാക്കളെയും പ്രായമായവരെയും സംരക്ഷിക്കാതെയും വരുമാനത്തിന് യാതൊരു കുറവും വരുത്താതെയും ഉദാര മനസ്സാകണമെന്നും ദൈവകൽപ്പനകൾ പാലിക്കുന്നവനെന്നും പേരെടുക്കാൻ യഹൂദരെ സഹായിച്ചിരുന്ന കപടനാട്യമായിരുന്നു ഇത്തരത്തിലുള്ള അവരുടെ വഴിപാടുകൾ. ഒരു മനുഷ്യൻ്റെ ഭൂമിയിലെ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നതിന് ആ വ്യക്തി വളരെയേറെ കാലം ഭൂമിയിൽ ജീവിച്ചിരിക്കണം എന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ പരസഹായം കൂടാതെ യാതൊന്നും ചെയ്യാൻ സാധിക്കാത്ത വിധം വാർദ്ധക്യത്തിൻ്റെ അരിഷ്ടകളിൽ കൂടി കടന്നു പോകുന്ന മനുഷ്യരും ദൈവിക പദ്ധതിയുടെ ഒരു ഭാഗം തന്നെയാണ്. എന്നാൽ സ്വന്തം സുഖങ്ങൾക്കും താല്പര്യങ്ങൾക്കും മുൻഗണന നൽകുന്ന മനുഷ്യൻ വാർദ്ധക്യത്തെ എക്കാലവും ഒരു അസൗകര്യമായാണ് കണ്ടതെന്ന് ഇന്നത്തെ വചനഭാഗം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. പ്രായമായ മാതാപിതാക്കളെയും അന്യസഹായം കൂടാതെ അനുദിന ജീവിതം അസാധ്യമായ മറ്റുള്ളവരെയും കുപ്പത്തൊട്ടിയിലും ബസ് സ്റ്റാൻഡിലും മുതൽ ശീതീകരിച്ച മുറികളിലുള്ള വൃദ്ധസദനങ്ങളിൽ വരെ കൊണ്ടെത്തിച്ചിട്ട് കടമ തീർന്നു എന്ന് സ്വയം ആശ്വസിച്ചുകൊണ്ട് പുറംതിരിഞ്ഞ് നടക്കുന്ന തലമുറ ഇന്നിൻ്റെ മാത്രം പ്രത്യേകതയല്ല. പക്ഷേ ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും ഒഴിവാക്കാൻ സാധിക്കാത്ത ഒന്നാണ് നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ സഹായം ആവശ്യമുള്ള മറ്റു പ്രായമായവരെയും ബഹുമാനിക്കുകയും അവരുടെ ആവശ്യങ്ങളിൽ അവരെ സഹായിക്കുകയും ചെയ്യുക എന്നത്. ഒരു പക്ഷേ എല്ലാവർക്കും അവരുടെ പ്രായമായ മാതാപിതാക്കളെ കൂടെ താമസിപ്പിച്ച് അവരെ ശുശ്രൂഷിക്കാൻ കഴിഞ്ഞെന്നു വരികയില്ല. അങ്ങനെയുള്ള അവസരങ്ങളിൽ ഒരു വ്യക്തി എന്ന നിലയിലുള്ള അവരുടെ അന്തസ്സിന് കോട്ടം വരാത്ത തരത്തിലുള്ള പരിചരണം അവർക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മയെല്ലാം സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവത്തിലാണ് മാതാപിതൃത്വം അതിൻ്റെ പൂർണ്ണതയിൽ കാണാൻ നമുക്ക് സാധിക്കുന്നത്. ദൈവിക പദ്ധതിയുടെ വലിയൊരു ഭാഗമായ സൃഷ്ടിയും പരിപാലനയും ഭൂമിയിൽ നാം അനുഭവിച്ചറിയുന്നത് നമ്മുടെ മാതാപിതാക്കന്മാരിലൂടെയാണ്. അതിനാൽ നമ്മുടെ മാതാപിതാക്കന്മാരിൽ പിതാവായ ദൈവത്തിൻ്റെ പ്രതിഫലനം ദർശിക്കാൻ നമുക്കാവണം. അവരെ സ്നേഹിക്കുമ്പോഴും ആദരിക്കുമ്പോഴും അനുസരിക്കുമ്പോഴും ദൈവത്തെയാണ് സ്നേഹിക്കുകയും ആദരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് നൽകുന്ന ശ്രദ്ധ മരണശേഷം അവരുടെ ആത്മാക്കൾക്കും നമ്മൾ നൽകേണ്ടതായിട്ടുണ്ട്. വിശ്വാസം ആവശ്യപ്പെടുന്ന വിധത്തിലുള്ള ശവസംസ്കാരവും മരണാനന്തര ക്രിയകളും നടത്തുകയും അവരുടെ ആത്മാവിൻ്റെ നിത്യശാന്തിക്കായി ദാനധർമ്മങ്ങൾ നൽകിയും വിശുദ്ധ കുർബാന അർപ്പിച്ചും അവരുടെ അന്ത്യാഭിലാഷങ്ങൾ നിറവേറ്റിയും മരണപത്രത്തിലെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുമെല്ലാം അവരുടെ മരണശേഷവും അവരെ ആദരിക്കാൻ നമുക്കാവും. ഈ അവസരത്തിൽ നമ്മുടെ മാതാപിതാക്കളോടുള്ള നമ്മുടെ സമീപനം ദൈവഹിത പ്രകാരം ഉള്ളതാണോ എന്ന് ചിന്തിക്കുകയും പിഴവുകൾ സംഭവിച്ചിട്ടുള്ള മേഖലകളെ തിരുത്തുന്നതിനായി ദൈവത്തിൻ്റെ സഹായം അപേക്ഷിക്കുകയും ചെയ്യാം. എന്നെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ സ്നേഹം ഭൂമിയിൽ അനുഭവിച്ചറിയുന്നതിനായി അങ്ങ് എനിക്ക് നൽകിയ മാതാപിതാക്കളെ പ്രതി ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. അവരെ സ്നേഹിക്കുവാനും ആദരിക്കുവാനും അവർക്കാവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും കഴിയാതെ പോയ അവസരങ്ങളെ ഓർത്ത് ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നു. കടമയുടെയും ബാധ്യതയുടെയും മതിൽക്കെട്ടുകളില്ലാതെ അവരെ സ്നേഹിക്കാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ കുടുംബവൃക്ഷത്തിൽ നിന്നും വേർപിരിഞ്ഞു പോയ എല്ലാ പൂർവികരുടെ ആത്മാക്കളെയും ഈ അവസരത്തിൽ അങ്ങയുടെ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുകയും അവരിൽ ഇനിയും അങ്ങയുടെ തിരുമുഖം ദർശിക്കാത്തവർ ഉണ്ടെങ്കിൽ അവരോട് കരുണ തോന്നണമേ എന്നും യാചിക്കുകയും ചെയ്യുന്നു. ആമേൻ.
നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്കും സ്തുതി.